ഒരു ഉത്സവപ്പറമ്പ്, ആൾക്കൂട്ടം, വിളക്കുകൾ, വാദ്യമേളങ്ങൾ. അവിടെ ദൈവമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അടുത്ത നിമിഷം ഈ ദൈവം ഒരാളെ അടിച്ചു വീഴ്ത്തുന്നു. അയാൾ ബോധം കെട്ട് വീഴുന്നു. അവിടെയുള്ള ആളുകൾ അയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നു. എന്നിട്ട് ഒരാൾ പോലും ചോദിച്ചില്ല അത് തെറ്റല്ലേ എന്ന്. പകരം അവർ പറയുന്നത് അത് ദൈവമല്ലേ, തെയ്യമല്ലേ എന്നാണ്. ഇവിടെയാണ് നമുക്ക് ചോദിക്കാനുള്ള പ്രധാന ചോദ്യം വരുന്നത്. ദൈവത്തിന്റെ പേരിൽ മനുഷ്യർക്കുണ്ടാകുന്ന വേദന നമ്മൾ എവിടെ വരെ അംഗീകരിക്കണം? തെയ്യം എന്ന് പറയുന്നത് വടക്കൻ കേരളത്തിന്റെ ആത്മാവാണ്. അതൊരു കലാരൂപമല്ല, അതൊരു ദൈവമാണെന്നാണ് എല്ലാവരും കരുതുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ശാസനം വിധികളാകുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കോപം ഭയമാകുന്നത്. അതുകൊണ്ടാണ് തെയ്യം കൈ ഉയർത്തിയാൽ ഒരു വലിയ സമൂഹം നിശബ്ദമാകുന്നത്. പക്ഷേ ഈ സംഭവം നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്നുണ്ട്. തെയ്യം ഒരു മനുഷ്യനെ അടിച്ചു വീഴ്ത്തി. അതൊരു ശാസനയായിരുന്നില്ല, ഒരു സ്പർശമായിരുന്നില്ല, അടിച്ചു വീഴ്ത്തലായിരുന്നു. ചോദ്യം വളരെ ലളിതമാണ്. ദൈവം ഒരാളെ അടിക്കുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദൈവത്തിന്റെ പേരിൽ മറ്റൊരാളെ അടിക്കുന്നതാണോ? വിശ്വാസം എന്ന് പറയുന്നത് ആശ്വാസമായിരിക്കാം, ധൈര്യമായിരിക്കാം, സുരക്ഷയായിരിക്കാം. പക്ഷെ എവിടെയാണ് വിശ്വാസം ഭയമായിട്ട് മാറുന്നത്? ദൈവമാണ്, ഒന്നും ചോദിക്കരുത്, മറുത്തെന്തെങ്കിലും പറഞ്ഞാൽ ശിക്ഷിക്കും. ഇത്തരത്തിലുള്ള വിശ്വാസമാണ് സമൂഹത്തിൽ പ്രശ്നമായി മാറുന്നത്. ഒരാൾ അടിയേറ്റ് വീണ് കിടക്കുമ്പോൾ പോലും അതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്നത് ഭയം കൊണ്ട് മാത്രമാണ്. എല്ലാ മതങ്ങളും, എല്ലാ ദൈവങ്ങളും, എല്ലാ വിശ്വാസങ്ങളും നിലനിൽക്കുന്നത് ഈ ഭയത്തിൽ നിന്ന് മാത്രമാണ്. പക്ഷെ ഇതൊരു പാരമ്പര്യമാണെന്നുള്ള വാക്കുകളൊക്കെ വന്നേക്കാം. എന്നാൽ ഈ പാരമ്പര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തെ തകർക്കാനുള്ള ഒരു ലൈസൻസ് ഒന്നുമല്ല. കാലത്ത് ഇതേ പാരമ്പര്യം വിധവകളായിട്ടുള്ള സ്ത്രീകളെ ചുട്ടുകൊന്നിരുന്നു, കുട്ടികളെ അടിമകളാക്കി വെച്ചിരുന്നു, മനുഷ്യർ തമ്മിൽ പരസ്പരം കാണരുതെന്നും സ്പർശിക്കരുതെന്നും പറഞ്ഞിരുന്നു. ഇന്ന് അതെല്ലാം തെറ്റാണെന്ന് നമ്മൾ നിയമപരമായിട്ട് പറയുന്നു. നിയമപരമായിട്ട് മാത്രമല്ല, നമ്മളെ മനുഷ്യത്വം അതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ അടിച്ചു വീഴ്ത്തി ബോധം കെടുത്തുന്നത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ഇന്ത്യൻ ഭരണഘടന മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. പക്ഷെ അത് മനുഷ്യന്റെ ജീവനും സുരക്ഷയ്ക്കും അന്തസ്സിനും മുകളിലുള്ള കാര്യമല്ല. ഒരാചാരവും മനുഷ്യന്റെ ജീവിതത്തിന് മുകളിലല്ല. ദൈവമാണ് ചെയ്തതെന്ന് ന്യായീകരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് മനുഷ്യത്വമാണ്. ഇത് തെയ്യത്തെ അപമാനിക്കലൊന്നുമല്ല, തെയ്യത്തിന്റെ പേരിൽ മനുഷ്യനെതിരെ നടക്കുന്ന നിയമലംഘനത്തിനെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ തെയ്യത്തിനെ തന്നെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കും. ഇനി വരുന്ന പുതിയ തലമുറ കാണാൻ പോകുന്നത് ആത്മീയതയല്ല, ഭയവും ഹിംസയും അന്ധവിശ്വാസവുമാണ്. അവർ ചോദിക്കും, ഇതാണോ ദൈവം, ഇതാണോ വിശ്വാസമെന്ന്. അന്ന് ഈ ദൈവം ഒറ്റപ്പെടും. കപട വിശ്വാസത്തിന്റെ മൂടുപടമണിഞ്ഞ് മനുഷ്യർക്കെതിരെ നടക്കുന്ന എല്ലാ അനീതികളും ചോദ്യം ചെയ്യപ്പെടണം. മനുഷ്യരിൽ ഉണ്ടാകേണ്ടത് ദുരാചാരങ്ങളുടെ മുറിപ്പാടുകളാകരുത്, മനുഷ്യത്വമാവണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. നന്ദി.